കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ ബാല ഇട്ടിരുന്നു. ഒരു ചിന്ന പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടോ? ബാലക്ക് ഓർമ്മയുണ്ടാവും. എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടാപ്പി കഴിഞ്ഞ ദിവസം എറണാകുളത്തുനിന്ന് ഒളിച്ചോടിയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഇദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക. എന്നിട്ട് മാമന്മാരെ വന്ന് പിടിച്ചോണ്ട് പോയി അണ്ണനെ എന്ന് പറയുക. ഇനി മാമന്മാർക്ക് വന്ന് പിടിച്ചോണ്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണുമായിരിക്കും. മാമന്മാരുടെ മറ്റേ ഊട്ടയുള്ള ഷഡ്ഡി ആയതുകൊണ്ട് ചിലപ്പം അതിനകത്ത് കയറാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പിടിച്ച് ഈ അണ്ണനെ അവരുടെ കയ്യിലൊന്ന് കൊണ്ട് കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഈ മാമനെ ഇനി പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ദിവസം ഉണ്ടാകുകയാണെങ്കിൽ ആ ദിവസം വരെ, അല്ലെങ്കിൽ മിക്കവാറും അടുത്ത ആഴ്ചയായിട്ട് ഈ അണ്ണന് സുപ്രീം കോടതിയിൽ നിന്ന് മറ്റേ ജാമ്യം കിട്ടും. ആ ദിവസം വരെയും ഞാൻ ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോയിലും ഈ മാമന്റെ മോന്തായം ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും പോലീസുകാരന്മാർക്ക് ഇത്തിരി മറ്റേ അങ്ങ് മൂപ്പ് കയറിയിട്ട് പെട്ടെന്ന് വല്ലതും പിടിക്കുകയാണെങ്കിൽ പോയി പിടിക്കട്ടെ. കാരണം ഇവരുടെ മറ്റേ മൂക്കത്താൽ തുമ്പത്ത് തന്നെ അങ്ങനെ പറയത്തില്ലേ, അങ്ങനെ എന്തോ അടുത്തുണ്ട്. ഇവന്മാരുടെ അടുത്ത് മറ്റേ തൊട്ടിപ്പറ ഈ ഷഡ്ഡിയില് അല്ല, ഈ ഷഡ്ഡിയിലെന്ന് മറ്റേ ഈ ഒരു ഷഡ്ഡി ഇപ്പറ ആയാലും ഉണങ്ങായിട്ടിരിക്കുകയാണെങ്കിൽ മറ്റേ ഷഡ്ഡി അപ്പുറത്തെ ആയാലും ഉണങ്ങായിടുക. അത് ശരിയായല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതാണ്ട് ഒരു ഷഡ്ഡിക്കണക്കാണ് ഇവന്മാരൊക്കെ തമ്മിൽ. കാരണം പിടിക്കാൻ ഇച്ചിരി മടിയാണെന്നേ. സിദ്ദിഖിന്റെ ഷഡ്ഡിക്കകത്ത് ഓട്ടയില്ല, മറ്റവന്മാരുടെ ഷഡ്ഡിയിൽ ഇച്ചിരി ഓട്ടയുണ്ട്. അതുകൊണ്ട് പോയി പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ? മറ്റേ മൊബൈലിന്റെ അവർ കിട്ടിയാലും പറ്റത്തില്ല. എന്തോ എനിക്ക് വയ്യന്നേ. പുതിയ ഷഡ്ഡി മേടിച്ചു കൊടുക്കാന്ന് കണ്ട് പറഞ്ഞുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ എന്തോ നന്ദി. അപ്പൊ എന്താണെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് അണ്ണന്റെ ജാമ്യം കിട്ടുന്നോടം വരെ നമ്മൾ എല്ലാ വീഡിയോയും, ഇനി വരാൻ പോകുന്ന എല്ലാ വീഡിയോയിലും അണ്ണന്റെ ഈ മോന്തായി ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് അങ്ങോട്ട് കിടക്കാം. ആക്ടർ ബാല, അമൃത സുരേഷ്, പാപ്പു എന്ന് പറയുന്ന അവരുടെ മകൾ, അതോടൊപ്പം തന്നെ പുതിയൊരു നായകനും കൂടെ ഇപ്പൊ വന്നിട്ടുണ്ട്. അമൃതയുടെയും ബാലയുടെയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡ്രൈവർ എണ്ണം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്രൈവർ അണ്ണന്റെ ആ ഒരു കമന്റ് ബോക്സ് നിറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. നല്ല തന്തയ്ക്ക് വിളിയും ആട്ടുമാണ് ചെറുക്കിന് വന്നുകൊണ്ടിരിക്കുന്നത്. കുറെ പേര് സപ്പോർട്ടും ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു വീഡിയോ കണ്ട് നേരെ കമന്റ് ബോക്സ് നോക്കിയ ഉടനെ തന്നെ വളരെ മോശപ്പെട്ട കമന്റുകളാണ് ആദ്യമൊക്കെ കണ്ടത്. അതിന് ഈ പയ്യൻ കുറെയൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ പയ്യനോടാണ്, മോനെ നീ റിപ്ലൈ കൊടുക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല, ഇവിടെ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി എന്തായാലും ആ പയ്യൻ ഡ്രൈവർ അണ്ണൻ വന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിനെ ഉപദ്രവിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ചേച്ചിയോടൊപ്പം പോവുകയും ചെയ്തു. കാരണം പോകാൻ കാരണങ്ങളുണ്ട്. കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും, പിന്നെ എനിക്കന്ന് 18 വയസ്സ്, എന്നെവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ, ചേച്ചിയുടെ അമ്മക്കൊക്കെ എന്നെ ഒരു മകനെ പോലെ ആയിരുന്നു, ചേച്ചിക്ക് എന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അവരൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി. അവര് മോനെ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ. പക്ഷെ ബാല എന്ന് പറയുന്ന ഒരു നടൻ നിന്നെ ഇടിക്കുകയോ നിന്റെ മൂക്കിൽ നിന്ന് ചോര വരുത്തുകയൊക്കെ ചെയ്തിട്ട് നീ എന്തിനാ മിണ്ടാതിരുന്നത്? എനിക്ക് അറിയാൻ പാടില്ല. അയാളുടെ ഭാര്യയും ഭാര്യയുടെ അമ്മയോടും ഒക്കെയുള്ള നിന്റെ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആ സ്നേഹം ഉണ്ടായിക്കോട്ടെ. പക്ഷെ ആ വ്യക്തി നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്തിന് നീ വാ പൊത്തി ഇത്രയും കാലം ഇരുന്നു? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തിരിച്ച് കൈ ഒക്കി ഒരെണ്ണം കൊടുത്തില്ല? ഏതൊരുത്തനാണെങ്കിലും, ഏതൊരു സിനിമ നടനാണെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരുത്തനെ തല്ലുകയാണെങ്കിൽ എന്തിനാണ് ആ തല്ലും കൊണ്ട് നിൽക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ ഒരു നോർമൽ ഒരു മനുഷ്യന്റെ, ഒരു സാധാരണക്കാരന്റെ ഒരു ചോദ്യമായിട്ട് ഇതിനെ കണ്ടാ മതി. പിന്നെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിന്റെയും വീഡിയോ കണ്ടിരുന്നു. ആ പാപ്പുവിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു, പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചുപോയി, അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര്. ഇർഷാദെ, എല്ലാ സത്യങ്ങളും നിനക്കറിയാലോ, നീ കണ്ണുകൊണ്ട് കണ്ടതുമല്ലേ, നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ, അല്ലെ നിനക്ക് ഇത് പറഞ്ഞൂടെ? ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല.
ഞാനിപ്പോൾ ഈ വീഡിയോ കാരണം ഇപ്പം നിങ്ങൾ ആലോചിക്കും ഇത്ര നാൾ നീ എവിടെയായിരുന്നു, ഇത്ര നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ. ഇപ്പം എനിക്ക് പാപ്പുവിന്റെയും ചേച്ചിനും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമമായതുകൊണ്ട് ഈ വീഡിയോ ഇടുന്ന പോലും അവർക്കറിയില്ല. അവര് ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അതൊന്നും നുണയല്ല അവർ പറഞ്ഞത്, സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല, ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട്. ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണം, കേരളത്തിലെ ജനങ്ങളോട് പറയണ കുട്ടാ, നീ എന്തിനാ പറയാതിരിക്കുന്നത്? നീ ഇങ്ങനെയൊക്കെ എന്തിനാ പറഞ്ഞിട്ട് പോകുന്നത്? കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് ഇനിയും പറയാനുണ്ട്, നീ പറ. നീ അതൊന്നും പറയുന്നില്ല ഈ വീഡിയോയിൽ. ഇവൻ ബാക്കിയൊന്നും ഇവൻ കുറച്ച് കാര്യങ്ങളും കൂടെ അതിനകത്ത് പറയുന്നുള്ളൂ. പക്ഷെ ഇവരെന്തോ വലിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. അതും കൂടെയൊക്കെ നീ പുറത്തേക്ക് പറ. ഇല്ലാതെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ നീ എല്ലാം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ അതുപോലെ തന്നെ ഇവനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്ക് ബാലയായിട്ടും അമൃതയായിട്ടുള്ള ഫോട്ടോ ഞാനൊന്നും കണ്ടില്ല. പക്ഷെ ബാലയും അതുപോലെ തന്നെ ഒരു സംഗീത സംവിധായകൻ ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്, നമ്മുടെ ബാലയെന്ന് അമൃതയുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഈ അടുത്ത് വന്ന റിലേഷനിൽ ഉണ്ടായിരുന്ന ബോയ് ഫ്രണ്ട് ആയിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, ബോയ് ഫ്രണ്ട് ആയിരുന്നു. അപ്പം ആ വ്യക്തിയും അമൃതയും ഈ പയ്യനുമായിട്ട് നിൽക്കുന്ന കുറെ ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ വ്യക്തിയൊക്കെ ആയിട്ട് ഇയാൾ നല്ല കണക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ അമൃതയൊക്കെ ആയിട്ട് അമൃതയുടെ ഫാമിലി ആയിട്ട് ഡിന്നർ കഴിക്കാൻ പോകുന്ന ഫോട്ടോസും ഒക്കെ ഞാൻ കണ്ടു. ഡിന്നർ അല്ല, ഫുഡ് കഴിക്കാൻ പോകുന്ന ഫോട്ടോസും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വ്യക്തി അവരുടെ ഫാമിലി ആയിട്ട് നല്ല അറ്റാച്ച്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വന്ന വ്യക്തി ഇങ്ങനെ ഒരു കുറെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അതിശയമൊന്നുമില്ല. പുള്ളി ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോഴും അമൃതയുടെ ഡ്രൈവർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പുള്ളിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, പുള്ളി പണ്ട് അവരുടെ രണ്ടുപേരുടെയും, ബാലയുടെയും അമൃതയുടെയും ഡ്രൈവർ ആയിരുന്നു. രണ്ടുപേരുടെയും മാറി മാറി വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും കൂടെ നിൽക്കുമ്പോഴത്തേക്ക് രണ്ടുപേരുടെയും വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആക്കിയിട്ടില്ലെങ്കിലും ഇയാളുടെ കമന്റ് ബോക്സിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇയാൾ ചിലവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, രണ്ടുപേരുടെയും കാർ ഇയാൾ ഓടിക്കുമായിരുന്നു. ചിലവരുടെ സംശയമാണ് ആ ഒരു കമന്റ് ബോക്സിൽ, നീ അമൃതയുടെ മാത്രം എന്തുമായിരുന്നു നിനക്ക്, അങ്ങനത്തെ ഭയങ്കര വൾഗർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടപ്പം പുള്ളി മാന്യമായിട്ട് റിപ്ലൈ കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാരണം അവര് പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അവര് ചെറിയൊരു കുടുംബമാണ്, 3 പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം. അവരവരേതായ പാടിന് പോയിക്കോട്ടെ, അവരവരേതായ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ ബാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാര് അവരിവരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല. എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും. ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. കാരണം അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അവർ പരമാവധി സഹിച്ച്. ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയിൽ. എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത്? വേണ്ട, ഞാൻ അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ ഒത്ത് ഇൻക്ലൂഡാക്കി. അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കാതിരുന്നത്. അപ്പൊ നിങ്ങളോട് എല്ലാവരോടുള്ള ഒരു അപേക്ഷയാണ്, ഈ വീഡിയോ കാണുന്നവരുടെ അപേക്ഷ. സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത്. ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട്, നിങ്ങളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തുടങ്ങി കേൾക്കുന്നല്ലേ. കൊച്ചു മനസ്സിൽ കളങ്കമില്ല. അപ്പോ ഇനിയും ബാലെ അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതുമായി വരും. എനിക്ക് ഇത്ര ഇപ്പൊ പറയാനുള്ളൂ. കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ. ഞാൻ ഇനിയും ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും. ഇത് ബാല ഞാൻ ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട. കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയ വീഡിയോ ബാല ഇട്ടിരുന്നു. ഒരു ചിന്ന പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ്, ഓർമ്മയുണ്ട്, ബാലക്ക് ഓർമ്മയുണ്ടാവും. എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ കാലങ്ങളിൽ അതും എനിക്ക് പറയാൻ ഇപ്പൊ താല്പര്യമില്ല. പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. ശരിക്കും ബാലച്ചേട്ടാ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടോ? കാരണം ഇവനീ പറയുന്നത്, ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബാലച്ചേട്ടൻ ഭീഷണിപ്പെടുത്തി ആ ഒരു വീഡിയോ കളയിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ബാലച്ചേട്ടൻ അങ്ങനെയുള്ള പരിപാടി, ബാലച്ചേട്ടൻ ഇടയ്ക്ക് ഭീഷണി പരിപാടി ഉണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പല സോഷ്യൽ മീഡിയയിലെ ഇതുപോലുള്ള പല വിഷയങ്ങൾ പൊങ്ങി വന്നപ്പോഴൊക്കെ.
അപ്പൊ ഈ പയ്യനോട് നിങ്ങൾ ആ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടോ? അതിന്റെ കാര്യം, അതിന്റെ ആവശ്യം. അതുപോലെ തന്നെ ഈ പയ്യൻ പറയുന്നത് കേട്ടു, മീഡിയക്കാര് ആ ചേച്ചിയെ മോളെ വലിച്ചു കയറിയത്. ചേട്ടാ, ഇവിടെ ഒരു മീഡിയക്കാരും അല്ല വലിച്ചു കയറുന്നത്. നിങ്ങളുടെ ഇപ്പൊ ആ ചേച്ചി, ഇപ്പം ആ കുട്ടി വന്നപ്പോ പറഞ്ഞപ്പോഴാണെങ്കിലും ശരി, ഇപ്പൊ അമൃത വന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും ശരി, കമന്റ് ബോക്സുകളിൽ വന്നിരുന്ന് കമന്റ് ഇടുന്നവന്മാരുണ്ട്. അവന്മാരാണ് വന്നിരുന്ന് വലിച്ചു കീറുന്നത്, പല വാക്കുകൾ പറഞ്ഞിട്ട്. പിന്നെ വലിച്ചു കീറി, ഓൺലൈൻ മീഡിയ വലിച്ചു കീറി എന്ന് പറയാനായിട്ട് ഈ ബാല എന്ന് പറയുന്ന വ്യക്തി ഓൺലൈൻ മീഡിയ ചാനൽസിൽ വന്നിരുന്ന് അയാളായിട്ട് പറയുന്ന കാര്യങ്ങളാ കുറെയൊക്കെ. മനസ്സിലായില്ലേ? അപ്പം മീഡിയക്കാർ വലിച്ചു കീറി എന്ന് പറയരുത്. പുള്ളി പറയുന്ന കാര്യങ്ങൾ വെച്ച് പുള്ളി തന്നെ വലിച്ചു കീറുന്നു. പുള്ളി അല്ലെങ്കിൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്നു കുറെ കമന്റോളികൾക്ക്. അങ്ങനെ വേണം പറയാൻ. നിങ്ങൾ ഈ കമന്റുകൾ നോക്കിയാൽ മതി വരുന്നത്. ഈ വീഡിയോയിൽ വന്നിരുന്ന എന്നെ പോലെ റിയാക്ട് ചെയ്യുന്നവര് പറയുന്നതിന്റെ ഒരു 10 ഇരട്ടി. എനിക്ക് തോന്നുന്നില്ല ഒരാളും വന്നിട്ടുണ്ട് അത്രയ്ക്ക് മറ്റേ വൃത്തികെട്ട രീതിയിലിരുന്ന് സംസാരിക്കുന്ന പോലെ ഞാനെങ്കിലും കേട്ടിട്ടില്ല. പക്ഷെ വളരെ മാന്യമായിട്ട് കീറി മുറിക്കാറുണ്ട്. കീറി മുറിച്ച് കുനഷ്ടം കുന്നായ്മയും തപ്പിയെടുത്ത് പറയും. പക്ഷെ ഒരിക്കലും ഒരു വൃത്തികെട്ട വാക്ക് ഉപയോഗിച്ച് ആരെയും പറയുന്നത് ഞാനങ്ങ് കേട്ടില്ല. പക്ഷെ കമന്റ് ബോക്സുകളിൽ അങ്ങനെയല്ല. ഒരു തലയും വാലും പേര് പോലും ഇല്ലാത്ത ഓരോരുത്തന്മാർ വന്നിരുന്ന് പല അപരാധങ്ങളുമാണ് പറയുന്നത് ഇവിടെ. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കൊച്ചിനെയൊക്കെ ഇങ്ങനത്തെ പറയുന്നത് നിർത്തണം. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചീപ്പായിട്ടുള്ള, നമ്മള് എന്താ വേണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന സ്വഭാവമൊക്കെ കൂടുതൽ വന്നിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ മുഖത്ത് നോക്കി പറയുന്നത്, ഇല്ലെങ്കിൽ വാക്കുകളായിരിക്കും നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട്. നീയൊക്കെ ഇടുന്നവന്മാർ നിന്റെയൊക്കെ വീട്ടിൽ ഈ ഒരു സീനാണ് നീയൊക്കെ പഠിച്ചു വെച്ചേക്കുന്നതെന്ന് ഒരു ഇച്ചിരി ബോധമുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കുള്ളൂ. കാരണം എന്തൊക്കെ അപരാധങ്ങളാ പറയുന്നത്, ഒരു ലിമിറ്റ് ഇല്ലേ? അതോ കൊച്ചിനെ നീ വേറെ എന്ത് വേണമെങ്കിലും പറ, കൊച്ചിനെ ഇനിയും ഞാൻ നിങ്ങൾക്ക് അമൃതയുടെ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ അമൃത ഒരു 33 മിനിറ്റുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പൊ അത് ഞാൻ കുറച്ച് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് അതൊന്ന് കാണിക്കണമെന്ന് തോന്നി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. കാരണം അതിന്റെ അവസാനം അമൃത ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഈ കമന്റ് ഇടുന്നവര്, ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് ഈ ഒരു സാധനം എടുത്ത് റീപോസ്റ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നവരോ ഒക്കെ ഈ കമന്റ് ബോക്സ് ഒന്ന് ഓഫ് ചെയ്തിട്ട് എന്നൊരു കാര്യം അമൃത ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ആ മോള് ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് അവൾ നോക്കി കമന്റുകൾ കാണുമ്പോൾ അതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് അമൃത പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കണക്ട് ആയി കേട്ടോ. പ്രത്യേകിച്ച് എന്റെയൊക്കെ കമന്റ് ബോക്സ് നമ്മളൊക്കെ സ്റ്റാർട്ടേഴ്സ് ആണ്, ഒരുപാട് അങ്ങ് റീച്ചുള്ള യൂട്യൂബേഴ്സ് അല്ല. പക്ഷെ ചിലവരുടെ ഞാൻ കണ്ടു, അവർ ഈ പറഞ്ഞ സാധനം, ഈ അമൃതയുടെ ആണെങ്കിലും വീഡിയോ, ആ കുട്ടിയുടെ ആണെങ്കിലും ശരി, അതേപോലെ എടുത്ത് റീപോസ്റ്റ് ചെയ്ത ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടുക. കാരണം നിങ്ങളെ ഈ കുട്ടിയുടെ ഡയറക്റ്റായിട്ട് ഈ കുട്ടി പറയുന്ന വീഡിയോസിന്റെ ഒക്കെ അടിയിൽ വന്നിട്ടാണ് ഒരുപാട് അപരാധം കമന്റുകൾ കിടക്കുന്നത്. കുട്ടിയെ വളരെ മോശമായിട്ട് പറയുന്ന സാധനങ്ങൾ. നമ്മുടെയൊക്കെ റിയാക്ഷൻ വീഡിയോസ് ആയതുകൊണ്ട് ഒന്നുകിൽ ശരി ഇല്ലെങ്കിൽ തെറ്റ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കമന്റുകളാണ് കൂടുതൽ. പക്ഷെ ഡയറക്റ്റ് ആ കൊച്ചിന്റെയും അല്ലെങ്കിൽ ബാലച്ചേട്ടന്റെയും ഈ അമൃതയുടെ ഒക്കെ വീഡിയോ എടുത്ത് റീപോസ്റ്റ് ചെയ്തവരുടെ അതിനകത്ത് ഭയങ്കര മോശം കമന്റുകളാണ്. സോ അങ്ങനെയുള്ള വീഡിയോകളുടെ ഒക്കെ അടിയിലെ ആ കമന്റ് ബോക്സ് ഒന്ന് ഓഫ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അമൃത വന്ന് ഇങ്ങനെ ഒരു കാര്യം ഇന്നത്തെ ആ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, അത് ഞാനിവിടെ കാണിച്ചു തരുന്നില്ല, അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി. നേരെ മറിച്ച് അമൃത പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് തന്നെ ഞാൻ വിട്ടുപോയി ഈ ഒരു കാര്യം കാണിച്ചു തരാൻ. ഞാൻ നേരത്തെ കാണിച്ച ആ പയ്യന്റെ വീഡിയോയുടെ അടിയിൽ വന്ന 2 കമന്റ് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തേത് അടൂർ ബിനു എന്ന് പറയുന്ന ഒരു സുന്ദരകില്ലാടി ഇട്ടതാണ്. പോടാ പുല്ലേ, നീയല്ല നിന്റെ അപ്പൻ വന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവളുടെ കയ്യിൽ ഇരിപ്പ് കൊണ്ട് തന്നെയാണ് ബാല പോയത്. അവളുടെ കയ്യിരിപ്പ് എന്താണെന്ന് ചേട്ടന്റെ ഭാര്യ ചേട്ടന് പറഞ്ഞു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ചേട്ടന്റെ അച്ഛൻ വന്ന് ചേട്ടന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ആ അമൃത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കയ്യിരിപ്പ് ഇതാണെന്ന്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. ചേട്ടൻ എന്ത് കണ്ടിട്ട് അവളുടെ കയ്യിരിപ്പ് ഇങ്ങനെയാണെന്ന് പറയുന്നത്? അവൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ, അവളുടെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്, അവൾ പബ്ലിക്കായിട്ട് വന്നിട്ട് അവളുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇതിനു മുമ്പ് ആ പെൺകുട്ടി വന്ന്, അമൃത എന്ന് പറയുന്ന പെൺകുട്ടി വന്ന് എങ്ങും ബാലയെ കുറ്റപ്പെടുത്തിയോ എങ്ങും ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പിന്നെ താൻ എന്ത് കണ്ടിട്ടാണ് താൻ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ബാല എന്ന് പറയുന്ന നമ്മളാണെങ്കിലും ശരി ഇരുന്ന് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 പേരുടെ സൈഡ് കേട്ടിട്ടാണ് കൂടുതലും സംസാരിക്കാറുള്ളത്. ഇല്ലെങ്കിൽ ഒരാളുടെ സൈഡ് മാത്രം കണ്ടിട്ടാണ് പറയുന്നതെങ്കിൽ ഇതേങ്ങനത്തെ മോശം വാക്കുകൾ യൂസ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഇത് ബാലയുടെ മാത്രം സൈഡ് കേട്ടിരുന്ന് വന്നിട്ട് അമൃത ആകെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതും കണ്ട് വന്നിട്ടിരുന്നിട്ട് ഒരുത്തൻ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടി വന്നിട്ടിരിക്കുന്ന കമന്റ് ഈ എന്താ അടൂർ ബിനു എന്ന് പറയുന്ന ഇവനെ പോലുള്ള എന്താ വിളിക്കണ്ടേ നിങ്ങൾ പറ. അടുത്ത കമന്റ്, ഇത് ആണുങ്ങൾ മാത്രമല്ല കേട്ടോ, സ്ത്രീകളും ചെയ്യുന്നുണ്ട് ഈ പരിപാടി. ഇത് സീമ സജി,
അവരുടെ ഡ്രൈവർ അല്ലേ, അപ്പൊ പിന്നെ അയാൾക്കെതിരെ അല്ലേ പറയൂ. ഇതൊക്കെ കൊണ്ടുപോയി പോലീസിൽ പറഞ്ഞ് കേസ് എടുപ്പിക്കുക. സോഷ്യൽ മീഡിയ തുറന്നാൽ പാപ്പു കൂപ്പു. ഇതാണ് ചേച്ചി പറയുന്നത്. അപ്പൊ ചേച്ചിയോട്, ചേച്ചി എന്തിനാ സോഷ്യൽ മീഡിയ തുറക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടോണ്ടല്ലേ ഇത് തന്നെ വരുന്നത്. ഇനിയും ചേച്ചിക്ക് ഇത് തന്നെ വരുന്നുണ്ടെങ്കിൽ, റെക്കമെൻഡേഷൻ വരുന്നുണ്ടെങ്കിൽ തട്ടിയും കളയുക, കാണാൻ നിൽക്കാതിരിക്കുക. തീർന്നോ? ആ കെടുതി അങ്ങ് തീർന്നോ? ഇത് കാണുകയും ചെയ്യും. എന്നിട്ട് ഏതോ ഒരുത്തം വന്ന് ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ, അതിന്റെ അടിയിൽ പോയി നിങ്ങളുടെ സമയം കളഞ്ഞ് എന്തിനാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സാധനത്തെ പറ്റി കമന്റ് ഇടുന്നു? നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളിപ്പോ കുറെ പേര് പറയും. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനത്തെ പറ്റി എന്തിനാ അഭിപ്രായം കളഞ്ഞ് അഭിപ്രായം എഴുതാൻ പോയി നിങ്ങളുടെ സമയം കളയുന്നത്? അതാ എന്റെ ചോദ്യം. എന്തിനാ അത്രയും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അത്ര വില കൊടുത്തിട്ടുള്ളൂ, നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ അത്ര വില കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഓക്കെ, എന്റെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെയാണ്. ഞാൻ ഇച്ചിരി മാന്യമായിട്ടുള്ളതാണ് ഈ 2 കമന്റും വെച്ച്. ഇതിനെക്കാട്ടിലും ഒക്കെ വേസ്റ്റ് ആണ് അതിനകത്ത് കിടക്കുന്ന വേറെ കമന്റ്സ്. താല്പര്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി അമൃതയുടെ ആ വീഡിയോ കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കാണാം. മെസ്സേജസിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട അമ്മ. അതിന്റെ ഒരു ഭാഷ പറയാൻ ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അത്രയും വൃത്തികെട്ട രീതിയിലാണ് എന്നെ പറയണത്. ഒൺലി ബിക്കോസ് ഞാനൊരു റിലേഷൻഷിപ്പ് അതിനുശേഷം 14 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ആലോചിക്കണം. 14 ഇയേഴ്സിന് ശേഷം വീണ്ടും ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. അത് നിങ്ങളുടെ അടുത്തെല്ലാം ഞാനത് അറിയിച്ചു, അത്രയും എക്സ്പോസ് ചെയ്തു. കാരണം അത്രയും ഐ ഫെൽറ്റ് ലൗഡ് ഫോർ എ ടൈം. അപ്പോൾ മാത്രമല്ല, ഞങ്ങളുടെ ഇടയിൽ സംഗീതം എന്ന് പറഞ്ഞുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് കണക്ഷൻസ് ഫീൽ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് അത്. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും വിഷമിച്ച ഒരു റിലേഷൻഷിപ്പിന് ശേഷം ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ അത് കൊളായി പോവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ എല്ലാവരും ഒരു റിലേഷൻഷിപ്പിലോട്ട് കയറുള്ളൂ. അതുപോലെ തന്നെയായിരുന്നു ഞാനും. അത് ഒന്നും പറ്റില്ലേ, ഇത് നന്നായി വരണേ. ഞാൻ ആരെയും അവിടെ അപ്പുറത്തും വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ കളിയാക്കുന്നതോ പാട്ട് പാടുന്നതോ ഒരു ഇന്റർവ്യൂവിൽ എവിടെയെങ്കിലും ഞാൻ പരാമർശിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റി? അവർ രണ്ടാം വിവാഹം അല്ല, അത് ആക്ച്വലി 3-ാം വിവാഹമായിരുന്നു. ഇതൊന്നും ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും നാളതൊക്കെ മറച്ചു വെക്കുന്നു. പക്ഷെ പകരം എനിക്കുണ്ടായിക്കൊണ്ടിരുന്നത്, ഞാനൊരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷൻ നന്നായി പോണേ എന്ന് ആഗ്രഹിച്ച് നമ്മൾ മുമ്പോട്ട് പോയി. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് നമ്മളുടെ ഇടയിലുള്ള ഒരു പേഴ്സണലി നമ്മൾക്ക് മനസ്സിലായി ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് സ്നേഹത്തോടെ, മ്യൂച്വൽ റെസ്പെക്റ്റോടു കൂടെ രണ്ടുപേരും സെപ്പറേറ്റ് ആയ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഹോൾ ഇൻസിഡന്റിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മകളെ വിട്ടിട്ട് പോയി, അവളെ ഉപേക്ഷിച്ചു, ഇപ്പം അമ്മ അയാളുടെ കൂടെ അല്ലേ. നിങ്ങൾ എന്താ പറയണേ? ഓക്കെ, അപ്പൊ ഈ പറഞ്ഞത് ഗോപി സുന്ദറിനെ പറ്റിയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ തരാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാണ്. ബാലയുടെ വേറൊരു കേസും കൂടെ അമൃത ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഞാനത് മുമ്പത്തെ വീഡിയോയിലും കാണിച്ചില്ല, ഈ വീഡിയോയിലും കാണിക്കുന്നില്ല. അത് ഞാനങ്ങ് പറയുകയാണ്. അതായത് ബാല അമൃതയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് അമൃതയൊക്കെ അറിയുന്നത് എൻഗേജ്മെന്റിന് ശേഷമായിരുന്നു. സോ അങ്ങനെ ഒരു കാര്യത്തിലും ബാല അമൃതയോട് ഒരു ചതി കാണിച്ചു എന്ന് അമൃത പറയുന്നുണ്ട്. ഓക്കെ, പോട്ടെ. ഇനിയും ഗോപിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഗോപി സുന്ദറിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അണ്ണനെ ഓരോരുത്തർ കഴിയുമ്പോൾ അടുത്ത അണ്ണനെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ആൾ എന്ത് പറഞ്ഞാലും അങ്ങനത്തെ തൊലിക്കട്ടിയൊക്കെ വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആരെന്ത് പറഞ്ഞാലും കേട്ടുമല്ലേ നീ വാടി മോളെ, എന്നിട്ട് ഒരു ചേട്ടൊക്കെ മറ്റേ പറഞ്ഞ, അയ്യോ ചേട്ടൊന്നും പുള്ളി വലിക്കുന്നല്ല കേട്ടോ, മറ്റേ പഴയ കാലത്തിലെ ഒരു നടനുണ്ടല്ലോ, ഞാൻ മറന്നുപോയി, മറ്റേ വലിച്ച് മുതലക്കുഞ്ഞുങ്ങളുടെ ആ ഒരു സീനുള്ള അണ്ണനെ പോലൊക്കെയാ ആ ഒരു മൂടാ. വാടി മോളെ, അടിക്കുക, വിടുക, അടുത്തത് വാ, പോരെ വാ. ഈ ഒരു ലൈക്ക് അങ്ങനത്തെ തൊലിക്കട്ടിയൊക്കെ വേണം സത്യം പറഞ്ഞ ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക്. എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഈ അമൃതയുടെ കേസ് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അമൃതയെ വിടുക, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീ അവളൊരു കല്യാണം കഴിച്ചു, അത് ഡൈവേഴ്സായി.
അപ്പൊ തന്നെ അവളെ നമ്മളെല്ലാരും കൂടെ മറ്റേ മോശക്കാരിയായി ചിത്രീകരിച്ച് മറ്റേ അങ്ങ് കൊണ്ടുപോകും. സാധാരണ ഒരു പെൺകുട്ടിയുടെ അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോകും. സാധാരണ ഒരു പെൺകുട്ടിയാണെങ്കിൽ തന്നെ നമ്മൾ ഈ പരിപാടി കാണിക്കും, അങ്ങ് കൊല്ലും നമ്മൾ അവളെ. അത് കഴിഞ്ഞ് അവള് വീണ്ടും ഒരു കല്യാണം കഴിച്ചു. എന്നിട്ടും ഈ ഒരു പണിയാ കിട്ടുന്നെങ്കിലോ അവൾ ഡബിൾ പിഴ. അവളെ നമ്മൾ എഴുതി തള്ളി. ഈ ഒരു മെന്റാലിറ്റി ഉള്ളതാണ് നമ്മൾ പൊതുവെയുള്ള മലയാളികൾക്ക്. അപ്പോ ആദ്യം ഒരു കല്യാണം കഴിച്ച് അത് ഡൈവോഴ്സ് ആയി കഴിഞ്ഞ് പിന്നെ ഒരു ബോയ് ഫ്രണ്ട് വരുന്നു, അവനുമായിട്ട് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് അത് ബ്രേക്കപ്പ് ആയി, അത് പറ്റുന്നില്ല എന്ന് തോന്നി വിട്ടു കളഞ്ഞു. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇവിടുത്തെ സമൂഹം എന്തു പറയും? അതിന്റെ അങ്ങേ അറ്റം. പ്രത്യേകിച്ച് ഒരു നോർമൽ സാധാ ഒരു പെൺകുട്ടിയെ ഇവിടുത്തെ സമൂഹം വെച്ച് കീറത്തില്ലേ? അപ്പൊ പിന്നെ ഇതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും? അത് അമൃത ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു പോവാം. നമുക്ക് ആർക്കും ഒരു പരിധിയിൽ കൂടുതൽ ഈ വിഷയത്തിലുള്ള എന്താണ് സത്യാവസ്ഥ എന്ന് അറിയില്ല. നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നത്. നിങ്ങൾക്കും ഇവിടെ തെറി പറയാൻ വരുന്നവന്മാർക്കാണെങ്കിലും ശരി, അവരുടെ വീട്ടിനകത്ത് പോയി മറ്റേ കക്കൂസി കയറിയിരുന്ന് അവിടെ നടക്കുന്ന പരിപാടിയൊന്നും നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. കറക്റ്റായിട്ട് ഇന്നയാളെ തെറ്റുകാരൻ മറ്റേ ആള് ആവും ഇങ്ങനത്തെ സാധനമൊന്നും പറയാനായിട്ട്. അതുകൊണ്ട് നമ്മളങ്ങ് മറ്റേ അടിച്ചുറപ്പിട്ട് മറ്റേ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് വെക്കേണ്ട ആ പരിപാടിയൊന്നും ഞാൻ ചെയ്യത്തില്ല കേട്ടോ. അത് ശരിയല്ല ആ കാണിക്കുന്നത്. പക്ഷെ എനിക്ക് നടക്കുന്ന കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറഞ്ഞത്. സോ അധികം ഇനിയെങ്കിലും ഈ ഗോപിയണ്ണന്റെ പേരൊക്കെ വലിച്ചഴച്ച് ആ പെങ്കൊച്ചിനെ ചെന്ന് കാണാ പറയുന്നതും, പ്രത്യേകിച്ച് ആ കൊച്ചു കുഞ്ഞിന്റെ അടുക്കല് അതിന്റെ വീഡിയോ അടിയിലും ഫോട്ടോ അടിയിലും ഒന്നും പോയി ആരും ഇനി ഇത് പറയാതിരിക്കും. മോശമാണ് അത് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചാണ്. അതാ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ അതിന്റെ സ്കൂളിലൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടിലൊരു പെങ്കൊച്ചിന് ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലോ, ഒരു കൊച്ചു കുഞ്ഞ് അത് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നം പുറത്തെല്ലാവരും അറിയുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ ആ കുട്ടിയോട് ഇത് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്. അങ്ങനെയും കൂടി എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും മറ്റേ സൈഡ് പിടിച്ച് ഈ ചേച്ചി മൊത്തം ശരിയാണ്, ബാലചേട്ടൻ മൊത്തത്തിൽ തെറ്റാണ്, ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല. പക്ഷെ ആ കൊച്ചിന്റെ അവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതിനകത്ത് മെയിനൊരു കാര്യം അതുകൊണ്ടാണ്. ബാക്കി ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന ഈ ഒരു വീഡിയോ ചെയ്തത് ഒരു വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടി വന്നതല്ല. നിസ്സഹായ അവസ്ഥ കൊണ്ട് വന്നതാണ്. ഒരു പ്രസ്സിനെ വിളിച്ചുകൂട്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു PR ടീമിനെ വെച്ച് എനിക്ക് വേണ്ടി കമൻ്റ് ഇടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ എന്താ പറയുക ബാലചേട്ടനെ മോശമായി സംസാരിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും എൻ്റെ പാപ്പുവിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന് വരെ ഞാൻ ബാലചേട്ടന് റെസ്പെക്റ്റേ കൊടുത്തിട്ടുള്ളൂ. ഇതുവരെ അദ്ദേഹത്തിന് മോശമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എവിടേക്കോ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചു പോയ ഒരാളെന്നുള്ള ഒരു വേദന ഉണ്ടല്ലോ, ഈശ്വര ഇതിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു വേദനയും കൂടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒരിക്കലും ബാലചേട്ടനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയോ ഒരു കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയെങ്കിലും എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി സംസാരിക്കണ്ടേ? ഞങ്ങൾ ആകെ ഒരു 4 പെണ്ണുങ്ങൾ മാത്രം ജീവിച്ചു പോകുന്നൊരു ഫാമിലിയാണ്. കല കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നൊരു ഫാമിലിയാണ് ഞങ്ങൾ. ആകെപ്പാടിനുള്ളൊരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മ്യൂസിക് ഷോസും പിന്നെ നമ്മൾ ചെയ്യുന്ന വ്ളോഗ്സും ഒക്കെയാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അമൃതംഗമയ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ. നമ്മുടെ ഈ ചാനലിൽ പോലും ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നില്ല. കാരണം പേടിച്ചിട്ടാ. എന്തെങ്കിലും കമൻ്റ് ഇട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും പുറത്ത് പോയി നമ്മളൊരു നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ വരെ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റ്, നീ അവൻ്റെ പൈസ എടുത്തിട്ടല്ലേ ചെയ്യുന്നതെന്നുള്ള ഇതൊക്കെ കേട്ട് ഞാനായിട്ട് ഇനി എന്തിനാ തളർന്നു പോയി. എന്ത് തളർന്നു പോയെന്നാ ചേച്ചി? നിങ്ങളുടെ മുന്നിലോട്ടുള്ള ജീവിതത്തിന് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ പേടിച്ചിരിക്കുന്നത്? ഇവിടുത്തെ കമന്റുകളെയാണോ പേടിച്ചിരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്ത്? ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയ വന്നിട്ട് കുറച്ചായില്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇവിടെ നല്ലത് പറയാനും ആൾക്കാർ കാണും, ഇവിടെ ചീത്ത പറയാനും. ഏറ്റവും വൃത്തികെട്ട ഒരു കാര്യം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ട് അത് പറഞ്ഞെങ്കിൽ പോലും അതിനെ ന്യായീകരിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. അതുണ്ട്. അത് ഏതൊരു കാര്യം, ഇപ്പം തെറ്റായിട്ടുള്ളൊരു കാര്യവും ശരിയായിട്ടുള്ള എന്തോ ആയിക്കോട്ടെ, 2 സൈഡിലും ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല, ഇത് നിങ്ങൾക്ക് നിർത്തേണ്ട വന്നോ, അതൊന്നും പറയേണ്ട കാര്യമില്ല.
നിങ്ങൾക്ക് സുന്ദരമായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കമന്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്തിടാം. തീർന്നില്ല, പരിപാടി കഴിഞ്ഞില്ലേ? കമന്റോളികളുടെ ആ സോക്കേട് അവിടെ തീരും. നിങ്ങൾക്ക് വീഡിയോ ഇടാൻ കാണേണ്ടവരത് കാണും, ലൈക്ക് ചെയ്യേണ്ടവർ ലൈക്ക് ചെയ്യും, അത് കാണും, അതിനകത്ത് മാക്സിമം റീച്ച് ആവും, നിങ്ങൾക്ക് കാശ് കിട്ടും, സുഖമായിട്ട് ജീവിച്ചു പോകാം. പിന്നെ അതിനകത്തോട്ടൊന്നും ഇത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരല്ലേ. നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരുന്നു, ഇങ്ങനെ കമന്റ് വരുന്നതുകൊണ്ട് അതൊന്നും പറയരുത് പ്ലീസ്. അതൊക്കെ ഭയങ്കര മോശമാണ്. അതിൻ്റെ ഒന്നും അത് ഇവിടെ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾ ചിലപ്പോൾ ചേച്ചി അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക്, പ്രത്യേകിച്ച് 1/4 മണിക്കൂർ ഇരുന്ന് കഥകൾ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പലയിടത്തും ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാം ആരാണെങ്കിലും, മനസ്സിലായില്ലേ? അങ്ങനെ പോയതായിരിക്കാം ഇത് എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതിനോട് ഇത് മനഃപൂർവ്വം പറഞ്ഞാണെങ്കിൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു സംഗതി ഇല്ല. കമന്റോളികളെ പേടിച്ചിട്ട് നമ്മൾ ജീവിക്കാതിരിക്കേണ്ട കാര്യമില്ല. എന്തിന്? ഇവിടെ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ എന്തോരം നമ്മളെ കടിക്കാൻ വേണ്ടി പട്ടികളുണ്ട്, മറ്റേ പേ പിടിച്ച പട്ടികൾ വരെ ഉണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യാറുണ്ടോ? പേ പിടിച്ച പട്ടികൾ അവിടെ പോവും. കൂടുതൽ നമ്മളെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ എടുത്ത് കൊട്ടിക്കൊറണം. അത്രേ ഉള്ളൂ, മനസ്സിലായോ? കൂടുതലല്ലാതെ ഒന്നുമില്ല. ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അതിനകത്തൊന്നും. സോ അത് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് വീഡിയോ ചെയ്യ്, കാശുണ്ടാക്കി ജീവിക്ക്. കൊച്ചില്ലേ, ഒരു പെങ്കൊച്ചില്ലേ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജീവിക്കണ്ടേ? എന്നും ഇത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുവോ? നമ്മളെല്ലാവരും പറ്റാണ്ടായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം വരെ മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങൾ 4 സ്ത്രീകളോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായിരിക്കും, എനിക്ക് വലിയ തെറ്റായിരിക്കും. അപ്പൊ ഇത്രയും മതി. എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു കാര്യം പറയാനുണ്ട്. ഇനി നിങ്ങൾ ഈ വീഡിയോ ചെയ്യാതിരിക്കുക, നിർത്തുക. ഇനിയും ബാലച്ചേട്ടനാണെങ്കിലും ശരി, അമൃതയാണെങ്കിലും ശരി, മോളാണെങ്കിലും ശരി, സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സംസാരത്തിൽ നിൽക്കാതിരിക്കുക, വിട്ട് കളയുക. അതുപോലെ തന്നെ ഞാൻ കണ്ടു അമൃത തന്നെയാണ് നേരത്തെ ആ ഡ്രൈവറിന്റെ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ പരിപാടികൾ നിർത്തുക. ഇനി ആരെങ്കിലും വന്ന് സംസാരിക്കുന്നോ പിടിക്കുന്നോ ഒന്നും വേണ്ട, ഇത് ഇവിടെ കൊണ്ട് നിൽക്കട്ടെ. ഇല്ലെങ്കിൽ വീണ്ടും 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 ഇതെടുത്ത് ഇങ്ങനെ സംസാരിച്ച് നമ്മളെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിലും വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ച്, കാരണം ആളുകൾക്ക് ഇത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളും ചെയ്യുന്നത്. പക്ഷെ അത് വേണ്ട, നിർത്താം. നമുക്ക് ഈ പരിപാടി ഇവിടെ കൊണ്ട് നിർത്താം. നിങ്ങളാണെങ്കിലും ഇത് ചെയ്യാതിരിക്കുക. ഇനി പോയത് പോട്ടെ. ചേച്ചിയുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്തിട്ട് മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞില്ലേ, കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് നിങ്ങളുടെ ജീവിതം ഇല്ലാതായി പോയി, മുന്നോട്ടുള്ള ജീവിതത്തിന് ഇത് കുഴപ്പം അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. കമന്റ് ബോക്സ് ഓഫ് ചെയ്യുക, നിങ്ങളുടെ വീഡിയോ ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവുക. ആ കൊച്ചിനെ മാക്സിമം ഹാപ്പി ആയിട്ട് നോക്കുക. നമ്മുടെ ബാലകണ്ണനാണെങ്കിലും ബാലകണ്ണ ഇനി ആവശ്യമില്ല, ആ കൊച്ചിനൊന്നും നിങ്ങളെ വേണ്ട. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ നല്ലൊരു മദ്യപാനിയായിരുന്നു. ആ ചേച്ചിയെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ല എന്ന ആ ഒരു കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു ഡ്രൈവർ ആണെങ്കിലും പറയുന്നത് കേട്ടതും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ കുട്ടിയും പറയുന്നു, കുട്ടി പറയുന്നത് പോട്ടെ, അമൃതയാണെങ്കിലും പറയുന്നുണ്ട് ഉപദ്രവിച്ച കഥകളൊക്കെ. അപ്പൊ ഇല്ലാന്നൊന്നും ബാലച്ചേട്ടനും അതെങ്ങും മറ്റേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ബാലച്ചേട്ടൻ ഇട്ട വീഡിയോയിലാണെങ്കിലും കുഞ്ഞിന്റെ കാര്യത്തിലുള്ളൂ ബാലച്ചേട്ടൻ പറയുന്നത്. അമൃതയെ ഉപദ്രവിച്ചിട്ടില്ല എന്നൊന്നും എങ്ങും ബാലച്ചേട്ടൻ പറഞ്ഞിട്ടില്ല. സോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപദ്രവിച്ച ആ ഒരു ഭാര്യയുടെ, നിങ്ങളുടെ പണ്ട് ഭാര്യയായിരുന്ന ആ സ്ത്രീയുടെ മകൾക്ക്, നിങ്ങളുടെ കൂടെ മകളാണ്, പക്ഷെ ആ സ്ത്രീയുടെ കൂടെയാണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. ആ കുട്ടിക്ക് അതെല്ലാം വെച്ചിട്ടായിരിക്കും ചിലപ്പം. അതുപോലെ തന്നെ കുറെ പേര് എന്നോട് പറയുന്നു അത്രയും ചെറുപ്പകാലത്തിന് ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. ഈ 2.5-3 വയസ്സിലെ കാര്യവും നമ്മൾ ഓർത്തിരിക്കില്ല, പ്രത്യേകിച്ച് 12 വയസ്സുള്ള കുട്ടി ഓർത്തിരിക്കില്ല എന്ന് ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷെ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു, ട്രോമ, ചെറുപ്പത്തിലെ ഇത്രയും വലിയൊരു ട്രോമ, ആ കുട്ടിയെ ഇങ്ങനെ അടിക്കുന്നതൊക്കെ അതിന്റെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ മറക്കാൻ ചാൻസ് ഇല്ല, ചില കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും എന്നുള്ളൊരു കാര്യം പറയാം. എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എല്ലാം ഒന്നും ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലാണെങ്കിലും ശരി, ഞാൻ LKG-യിലൊക്കെ പഠിക്കുമ്പോഴുള്ള 1-2 കാര്യങ്ങൾ, അത് ട്രോമയൊന്നുമില്ല, എനിക്ക് അത്രയും ഹാപ്പിനെസ് തന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, അതിപ്പോഴും ഉണ്ട്. സോ അതൊക്കെ വെച്ച് ഞാൻ കണക്ട് ചെയ്തപ്പോഴും തിങ്ക് ചെയ്തപ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആ കൊച്ചിന്റെ മനസ്സിൽ കാണൂടാ. നമുക്ക് ആർക്കും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നമുക്കാർക്കും ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിന് ഓർമ്മയില്ലാതിരിക്കുന്നത് അതിന് വല്ല കുഴപ്പം എനിക്ക് അറിയില്ല. നമ്മളെല്ലാവരുടെയും മെന്റാലിറ്റി ഒരേപോലെ ആയിരിക്കുമോ? അല്ല. അതുപോലെ തന്നെ ഓർമ്മയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴത്തേക്ക്, LKG പഠിക്കുമ്പോഴത്തേക്ക് ഒരു പാടവരമ്പത്തൂടെ പോയതും അവിടെ കണ്ടത്തിൽ വീണതും അങ്ങനത്തെ വളരെ ലൈറ്റ് ആയിട്ടുള്ള, എനിക്കത് എൻ്റെ കൂട്ടുകാരിൽ ചിരിച്ചതും അങ്ങനെയുള്ള ഒരു ചെറിയ സാധനമൊക്കെ എനിക്ക് ഇപ്പോഴും കിടപ്പുണ്ട്. എന്നാൽ വലിയ പിക്ചറായിട്ടൊന്നും വലിയ ഓർമ്മകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ ഒരു കുഞ്ഞു സാധനമൊക്കെ എൻ്റെ ഓർമ്മയിൽ കിടപ്പുണ്ട്. അപ്പൊ അതുപോലെ ആയിരിക്കും അത്, ഇച്ചിരി സന്തോഷം കിട്ടുന്ന ഒരു സാധനം. അപ്പൊ ആ കുട്ടി അത്രയും വിഷമിച്ചു എൻ്റെ ചെറുപ്പത്തിൽ നിന്ന് പറയുമ്പോഴത്തേക്ക്, LKG എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, 6-7 വയസ്സായി, 6-7 ഉള്ളോ, 4-5 ആ ഒരു വയസ്സിലല്ലേ.
പക്ഷെ ഇത് 2.5 വയസ്സിൽ. അപ്പം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത്രയും സങ്കടം ആ കുട്ടി അനുഭവിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അമ്മയെ തല്ലുന്നതോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മനസ്സിൽ കിടപ്പുണ്ടായിരിക്കാം, അതുകൊണ്ടും ആയിരിക്കാം. മനസ്സിലായില്ലേ? മൊത്തത്തിൽ നമുക്ക് ഒന്നും ഈ ഒരു വിഷയത്തിൽ, ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതാ, നമുക്ക് മറ്റേ എഴുതി ഉറപ്പിച്ച് അങ്ങോട്ട് ഒപ്പിടാൻ പറ്റില്ല. ഓക്കെ. അതുപോലെ തന്നെ ഇനി എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാരണം, എല്ലാവരോടും ഉള്ളൊരു അഭ്യർത്ഥന പോലെയാണ്, ലൈക്ക് ഒരു അപേക്ഷ, ആ കുട്ടിയെ വെറുതെ വിടുക. അതിന്റെ വീഡിയോയിൽ ഇനി ചെന്നാലും മോശം എഴുതിയിടാൻ നിൽക്കാതിരിക്കുക. ഓക്കെ.